കൊച്ചിയിൽ നടന്ന UDF യോഗത്തിൽ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനം. ശശി തരൂരിന്റെ പേര് പരാമർശിക്കാതെയാണ് ഘടകകക്ഷി നേതാക്കളുടെ വിമർശനം. ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ ഐക്യം പ്രകടമാക്കണമെന്ന് ഘടകകക്ഷികൾ. തിയോഫിനാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത്. തിയോഫിൻ, മുന്നണിയെ ശശി തരൂരിന്റെ നിലപാട് ബാധിക്കും എന്ന വിലയിരുത്തലുകളാണോ ഘടകകക്ഷികൾ ഉള്ളത്? എന്തൊക്കെ പേരിലാണ് വിമർശനം? പരോക്ഷമായ വിമർശനമാണ്. ഏതൊക്കെ വിധത്തിലായിരുന്നു വിമർശനം യോഗത്തിൽ ഉയർന്നത്? അന്ന, കോൺഗ്രസിലെ നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ വാക്പോര് അത് വലിയ വാർത്തയാവുന്ന സാഹചര്യത്തിലാണ് ഇന്ന് UDF നേതൃയോഗം കൊച്ചിയിൽ ചേർന്നത്. ഈ യോഗത്തിലാണ് ഘടകകക്ഷി നേതാക്കൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പ്രധാനമായും ശശി തരൂരിനെതിരെയായിരുന്നു വിമർശനം. അതോടൊപ്പം തന്നെ VD സതീശനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നു. ശശി തരൂരിനെതിരെ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശനം ഉന്നയിച്ചപ്പോൾ ശശി തരൂർ എന്ന പേര് കൃത്യമായി പരാമർശിക്കാതെയും അതേസമയം ശശി തരൂർ തന്നെയാണ് അല്ലെങ്കിൽ തരൂരിനെയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായ രീതിയിലുള്ള സൂചനകളോടും കൂടിയാണ് വിമർശനം ഉന്നയിച്ചത്. കാരണം ശശി തരൂരിൻ്റെ ചില പ്രസ്താവനകൾ, അതായത് കേരളത്തിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അത് രാഷ്ട്രീയമായാണ് അവർ കണ്ടത്. അതേസമയം രാഷ്ട്രീയത്തിന് അതീതമായി സംസ്ഥാനത്തിൻ്റെ നിലപാട്, അതായത് ഒരുപക്ഷെ കൃത്യമായ രേഖകളോടുകൂടിയാണ് ആ സംസ്ഥാനം വ്യവസായ രംഗത്ത് നേട്ടമുണ്ടാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടെ ശശി തരൂർ പറഞ്ഞു വെച്ചത്. പക്ഷേ അവിടെയും അത് കേരളത്തിന് ഗുണകരമാകും, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന അഭിപ്രായവും രാഷ്ട്രീയമായി തങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. അതുൾപ്പെടെ വലിയ പരാമർശം അല്ലെങ്കിൽ വലിയ വിമർശനം ശശി തരൂരിനെതിരെ ഉന്നയിച്ചു. മറ്റൊന്ന്, ശശി തരൂരിനെതിരെ ഉയർന്ന മറ്റൊരു വിമർശനം തിരുവനന്തപുരത്ത്, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, തിരുവനന്തപുരത്ത് നടന്ന വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനായി മറ്റ് പല കോൺഗ്രസ് നേതാക്കളും എത്തി, പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തിയപ്പോഴും ശശി തരൂർ അവിടെ എത്തിയില്ല എന്ന ഒരു വാദവും അവിടെ ഉയർന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ യോഗത്തിന് ശേഷം UDF കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. പ്രചരണത്തിനായി ശശി തരൂർ വന്നില്ല എന്നത്. അത് വിളിക്കാതെയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് DCC വിളിച്ചിട്ടുണ്ടാകാം എന്ന് പറയുകയാണ്. അപ്പോഴും അതിനകത്തൊരു വ്യക്തത കുറവുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശനെതിരെ രൂക്ഷമായ വിമർശനം യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഈ നേതാക്കൾ അതായത് കുറഞ്ഞപക്ഷം പൊതുജനങ്ങൾക്ക് മുമ്പിലെങ്കിലും പരസ്യമായി ഐക്യം പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ ഐക്യമുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ പെരുമാറണമെന്നൊരു വിമർശനവും ഉന്നയിച്ചു. അതാണ് പ്രധാനമായും ഘടകകക്ഷി നേതാക്കൾ ഉന്നയിച്ചത്. എന്തായാലും കോൺഗ്രസിലെ നേതാക്കൾക്കിടയിലുള്ള പരസ്യമായി ചേരിപ്പോരും ഈ വാക്കേറ്റവും തുടരുന്നതിൽ വലിയ അതൃപ്തിയാണ് ഘടകകക്ഷി നേതാക്കൾക്കുള്ളത്. മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ വലിയ പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു യോഗത്തിൽ. ശരി, UDF യോഗത്തിൽ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനം. ശശി തരൂരിന്റെ പേര് പരാമർശിക്കാതെയാണ് ഘടകകക്ഷികളുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിക്കപ്പെടുന്നു യോഗത്തിൽ. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.